നമസ്കാരം. സന്തോഷം. ദയവായിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഈ ദാമ്പത്യ കലഹം. ഇന്നിപ്പോ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡിവേഴ്സ് 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 എന്നൊരു വാക്ക് അല്ലെ, എവിടെ ഏത് കുടുംബത്തിലും ഉണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ. ഇത് ഇപ്പൊ സത്യത്തിൽ ഇത് കലികാലമായതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഏറ്റവും എന്തുകൊണ്ടാണ് എന്തിനാ കാലത്തിനെ കുറ്റം ഉം, പറയുന്നത്? അവനവന്റെ കുറ്റം മറ്റുള്ളവന്റെ മണ്ടക്കില്ല. ഉം, കാലത്തിന് ഒരു ദോഷമില്ല. ഉം, 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 വെറുതെ നാമം ചൊല്ലിയാൽ തീരുന്നേ ഉള്ളൂ. ഉം, ഒന്നാമത് വിധിപ്രകാരം നമ്മൾ നാമം ചൊല്ലുന്നില്ല, വളക്ക് കത്തിക്കുന്നില്ല. വളക്ക് കത്തിക്കുന്നതിന്റെ സമ്പ്രദായം വളരെ ലളിതമാണ്. ഉം, ഗണപതി ഹോമം ചെയ്ത അഗ്നി അടുപ്പ് കൂട്ടി, ഉം, അത് വൈകുന്നേരം ദീപമായിട്ട് നമ്മൾ വന്നിട്ട് അഗ്നിദേവനെ കാണിച്ചു, അഗ്നികോണിലേക്ക് കാണിച്ചു, എവിടെയാ വെക്കുന്ന വെച്ചാൽ അവിടെ വെച്ചു. എന്തെങ്കിലും വൈക്കണ നാമം ഹരേ രാമാന്നോ ഉം, വൈക്കണ നാമം നാലെങ്കിലും ചെല്ല. ഉം, ഏകദേശം നേരം അവിടെ ഇരിക്കുക. ഉം, ഇരിക്കുന്നതിന് ചില പ്രത്യേകത ഉണ്ട്. ഉം, നമ്മൾ നാമം ജപം എന്ന് പറഞ്ഞാൽ തപസ്സിന് തുല്യ. ഉം, അപ്പൊ അത് നമ്മൾ ഭൂമി എർത്തായി പോകും, ഉം, ശരീരം ചൂടാവും. ഉം, അപ്പൊ ഭൂമി സ്പർശം ഇല്ലാതെ ഇരിക്കണം. ഉം, അപ്പോ കസേരയിൽ ഇരുന്നിട്ടാ ഞാനൊക്കെ ചെല്ലുക, എനിക്ക് അങ്ങനെ. ഉം, ഏഹ് ഉം, അപ്പൊ ഇരിക്കുന്ന ഇതിലൊരു ഇങ്ങനെ വെള്ള തുണി ഇടുക, ഉം, ചവിട്ടിനോർത്ത് ഒരു വെള്ള തുണി ഇടുക, ഉം, ചുമര് ചാരിനോർത്തുണ്ടെങ്കിൽ ഉം, അതും. ഉം, അത് പ്ലാസ്റ്റിക്കാ നല്ലത്. ഉം, ഇരുമ്പ് പാടില്ല, മരം പാടില്ല. ഉം, ഉം, മരത്തിന്മേൽ ഇരുന്നാൽ ദാരിദ്ര്യം ആ, ഉണ്ടാവും. ആ, ആ, ഇരുമ്പുമേൽ ഇരുന്നാലും തണുപ്പടിച്ചിട്ട് നമ്മളെ ഊർജം. ഉം, അതായത് ജപം ചെയ്യുമ്പോൾ ഉം, നമുക്കൊരു ഓറ വരും. ഉം, ആ ഓറ ഭൂമി ദേവി വിളിച്ചെടുക്കും. ഉം, ഉം. ഞാൻ പുൽപ്പായലിരുന്ന് ചെയ്താലോ? പുൽപ്പായലാണ് ഇരിക്കേണ്ടത്. അത് ഉം, പ്ലാസ്റ്റിക്കിന്റെ പായല്ല. ഉം, 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 ശരിക്ക് പറയുകയാണെങ്കിൽ ഉം, പുൽപ്പായല് കമ്പിളി വിരിച്ച് ഉം, അതിലൊരു വെള്ളം വിരിച്ചിട്ട് ഉം, ഇരിക്കണം. ഉം, ഇങ്ങനെയാ വിരിക്കുക. ഉം, ഉം. നീളത്തില്. ആ, ഉം, അങ്ങനെയല്ല ഉം, ഇരിക്കേണ്ടത്. ഉം. ഓപ്പോസിറ്റ്. ഉം, ഉം, ഉം. ഇതൊരാൾക്ക് ഇരിക്കാനുള്ളതാ. അതെ. ആ, ആ. ഭാര്യക്ക് ഇരിക്കണം എന്ന് ചോദിച്ചാൽ ഇടത്തെ ഭാഗത്ത് ഉം, ഭാര്യനെ ഇരുത്താം. ഉം, ഉം, അയമക്ക് ഇതേമാതിരി ഉം. വേറെ പായ. രണ്ടാൾക്കും കൂടി ഇങ്ങനെ ആ, ഇരിക്കണം. എളുപ്പപ്പണി. കല്യാണത്തിന് പോലും ഉം, ഇങ്ങനെ ഇരിക്കണേ. അതെ. ഏഹ് ഉം, കുടുംബകാലം ഉണ്ടാവുന്നതിന്റെ ഉം, ഒരു ഉം, കാര്യം മനസ്സിലായോ? ഉം, 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 വിപരീതമായിട്ടാണ് നമ്മൾ ഇരുത്തുന്നത്. ഉം, 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 പിന്നെ മുഹൂർത്തം തെറ്റിയിട്ടുള്ള കല്യാണം. ഉം. എന്താ കല്യാണത്തിന് മുഹൂർത്തം തെറ്റാൻ കാരണം? എന്താ? നല്ല മുഹൂർത്തം നമ്മൾ എഴുതി കൊടുക്കും. ഉം, അപ്പൊ അന്നേരം പറയും ആ മുഹൂർത്തത്തിന് എന്റെ അച്ഛന്റെ ഏട്ടന്റെ മകന്റെ ഉം, കുട്ടീന്റെ 28ാം പിറന്നാളാണ്. ഉം, മറ്റൊരു മുഹൂർത്തം പറയും ഉം, അയലോകത്ത് വിരുന്നാണ്. ഉം, പിന്നെ ഓഡിറ്റോറിയത്തിന്റെ മുഹൂർത്തം. ഉം, അന്ന് മുഹൂർത്തം ഇല്ലാത്ത ദിവസം ഉം, ഉം, ഓഡിറ്റോറിയത്തിന് ഒഴിവാണ്. ഉം. എന്നാ പിന്നെ നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നു, അതെ. അവർക്ക് സ്വയം നടത്തിയാൽ ഉം, പോരെ. ഉം. ഓഡിറ്റോറിയത്തിൽ ഒഴിവാക്കിയാൽ മതി. ആ ഉം, ഉം, ഓഡിറ്റോറിയത്തിന്റെ മുഹൂർത്തം ഉം, നോക്കുക. ഉം, ഉം, ഏ എന്നിട്ട് നല്ല ബിരിയാണി വിളമ്പി ഉം, കൊടുക്കുക. ഉം, 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 എങ്ങനെയുണ്ട്? ഉം, എത്ര ജീവികളെ. ഉം, പിന്നെ എന്താ ഉണ്ടാവാണ്ടിരിക്കുക. ഉം, ഉം, എന്നിട്ട് അവന് കുട്ടികൾ ഉണ്ടാവില്ല എന്നാ പിന്നത്തെ പ്രശ്നം. ഉം, 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 ആ ഉം, എന്താ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ കാരണം? ഉം, ഉം, അനാരോഗ്യകരമായ ദാമ്പത്യ ജീവിതക്രമം. ഉം, ഏഹ് നല്ല രീതിയിലുള്ള നെയ്യും കൂട്ടിയ പരിപ്പും കൂട്ടിയുള്ള ഭക്ഷണം ഉം, അതൊന്നുമില്ല. ഉം, ഉം, ബിരിയാണി വേണം, ഉം, അല്ലെങ്കിൽ കോഴി ചുട്ടതോ ഉം, വറുത്തതോ എന്തെങ്കിലും ഒന്ന് വേണം. ഉം, ഉം, മീൻ ചുട്ടതായാലും മതി. ഉം. ഇപ്പൊ കുഴിമന്തിയും ബ്രോസ്റ്റും ഒക്കെയാണ്. അത് നപുംസകാക്കുകയാണ് അവന്റെ. ഉം, 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 ഇതിന്റെ ഉള്ളിൽ ഒരു ബീജത്തിന്റെ ഉള്ളിൽ എന്താ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ പാഞ്ഞു കിടക്കണേ. ഉം, 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 അതിന് ബലം ഉണ്ടാവില്ല. ഉം, അപ്പൊ അങ്ങനെ ബലമില്ലാത്തവനും ഉണ്ടാവും. ഉം, അത് ഒന്നെങ്കിൽ വൈകല്യമുള്ളതുണ്ടാവും. ഉം, കേട്ടിട്ടുണ്ടോ ശിഖണ്ഡി, നപുംസകം? ഉം, അതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന ഉം, 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 അമിതമായ ഉം, ദുർനടപ്പ്. ഉം, ഉം, ദുർനടപ്പ് എന്നാണ് ഈ ഭക്ഷണക്രമത്തിന് ഉം, പറയുക. ഉം, 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 ഉം. പിന്നെ ഗോമാംസം കഴിക്കാതിരിക്കുക. ഉം, അതെന്തുകൊണ്ടാ ഗോമാംസം കഴിക്കാതെ? എല്ലാവർക്കും തിന്നാം, ഉം, നമുക്ക് മാത്രം തിന്നാൻ പാടില്ല. ഉം, ഉം, എന്തൊരു വിരോധാഭാസ. ഉം, ഗോക്കളായിട്ട് ജനിക്കുന്ന ജീവികൾ സർവ്വതും ഉം, അടുത്ത ജന്മം മനുഷ്യനായിട്ട് ജനിക്കും. ഉം, അപ്പൊ ഇത് പകുതി മനുഷ്യനെ തിന്ന മാതിരിയാവും. ഉം, അപ്പൊ അവന്റെ സ്വഭാവം രാക്ഷസന്റെയോ അസുരന്റെയോ ആവും. ഉം, ഉം, അപ്പൊ അങ്ങനത്തെ മക്കളുണ്ടാവും. ഉം, അടിച്ചിട്ട് കണ്ണും പൊട്ടിച്ചിട്ടും ഉം, ഉം, അങ്ങാടി കൂടെ പിത്തനെയും ഉം, കാട്ടിയിട്ട്. ഉം, ഉം, പിന്നെ ക്ഷേത്ര ദർശനം ഉം, അതും അറിയില്ല. ഉം, ക്ഷേത്ര ദർശനത്തിന്റെ വിധി അറിയില്ല. ഉം, ഇമ്രാന്തിരിക്ക് ദക്ഷിണ വയ്ക്കാൻ മതി. ഉം, എങ്ങനെയാ വെച്ചാൽ വളക്കെത്തിച്ച് നാമം ചെല്ലാൻ അറിയില്ല. ഉം, പടിഞ്ഞാറേ ചുമരുമ്പില് ഫോട്ടോ വെക്കും. ഉം, എന്നിട്ട് കിഴക്ക് ഭാഗത്തിരുന്ന് പടിഞ്ഞാട്ട് നാമം ചൊല്ലും. ഉം, പടിഞ്ഞാറ് ഭാഗം വരുണനാണ്, സമുദ്രം. ഉം, നമ്മളെ നാമം സമുദ്രം കൊണ്ട് മതിലെട്ടി അടയ്ക്കാൻ പറ്റും. ഉം, നിങ്ങൾ വടക്കോട്ട് ഇരുന്ന് നോക്കൂ. പ്രതിഷ്ഠ എങ്ങനെയാണെങ്കിൽ ഉം, ബ്രാഹ്മണൻ ഇങ്ങനെ ഇരുന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് പൂജ ചെയ്യുന്നത്. ഉം, ഉം, അതെന്താ കാരണം? വടക്ക് ഭാഗത്ത് ഹിമാലയാണ്. ഉം, ഹിമാലയത്തിൽ ശിവനും ഭഗവതിയും ഉം, പാർഷാദന്മാരും ഉം, ഉം, താപസന്മാരും ഉം, ചിരഞ്ജീവികളും, ഉം, അവരിൽ നിന്നൊക്കെ ശാന്തി സമാധാനവും ഉം, നാമം ചെല്ലുന്നവനുണ്ടാവും. ഉം, ആ പിന്നെ കിഴക്കോട്ട് ഉം, ദേവലോകാണ്. ഉം, പടിഞ്ഞാട്ട് വരെ തിരിച്ചു വെക്കാൻ പാടുണ്ടോ എന്നാ ചോദ്യം. ഉം, അപ്പൊ ഉം, ഉം, ഏ
അതിന് വടക്കേ തെക്കേ ചുമരുമ്പിൽ വെക്കണം. ഉം. അവരുടെ മുഖം വടക്കോട്ടാവണം. ഉം. നമ്മൾ കുറച്ച് അപ്പുറത്തിരിക്കണം. ഉം. 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 കിഴക്കോട്ട് ജപിച്ചാലോ ഉം. അത് ദേവലോകത്തേക്ക് ഉം. സർവ്വ ഐശ്വര്യം ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവര് നല്ല മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ ഉം. വൃഷ്ടി, അതിവൃഷ്ടി, അകാല വൃഷ്ടി, ഉം. അനാവൃഷ്ടി ഉം. ഇതിലൂടെയാണ് ജനിക്കുക. ഉം. വിത്ത് പിതൃലോകത്ത് നിന്ന് വരുന്നത്. ഉം. വൃഷ്ടി എന്ന് വെച്ചാൽ മഴ, ഉം. സാധാരണ രീതിയിൽ ചെയ്യുന്ന മഴ. ഉം. ഹോമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീ കത്തും, ഹോമകുണ്ടത്തിന് തീ കൊടുക്കും, ഉം. മഴ പെയ്ത് അതിലേക്ക് എടുക്കും. ഉം. അതാണ്. അതിവൃഷ്ടി ഉണ്ടാവുമ്പോൾ വെള്ളപ്പൊക്കവും ഉം. ഉരുൾപൊട്ടലും, ഉം. അനാവൃഷ്ടി ഉണ്ടാവുമ്പോൾ ദാരിദ്ര്യം. ഉം. ഇങ്ങനെ 3-4 രീതിയിലുള്ള വൃഷ്ടികളുണ്ട്. ഉം. അപ്പൊ വൃഷ്ടി ഏറ്റവും നല്ല പാനീയാണ് ഉം. വൃഷ്ടിയിൽ കിട്ടുന്നത്. ഉം. മഴവെള്ളമുള്ള ഉം. ശുദ്ധജലം ഉം. ഉം. എന്ന് പറയുന്നത്. ഉം. അത് കഴിക്കുക. ഉം. പിന്നെ ഇവരുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി ഉം. 1/2 സ്പൂൺ നെയ്യ് കുടിക്കാൻ പാകമുള്ള തിളച്ച വെള്ളം ചൂടാക്കിയിട്ട് ഉം. അതിൽ കലക്കുക. ഉം. ഉം. അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഉം. ഇങ്ങനെ ഗ്ലാസ് ഒരു ഉം. 30 ഡിഗ്രി ചേർച്ച് പിടിച്ചിട്ട് ഉം. കഴിയുമെങ്കിൽ ഉം. ഓം രാം രാമായ നമ ഉം. എന്ന് 12 എണ്ണം വെള്ളം കേൾക്കണം. ഉം. ഉം. ചിലർ വരലിടും, തൊടരുത്. ഉം. 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 എന്നിട്ട് അതിനെയാണ് കുടിക്കുക. ഉം. വെറും വയറാവണം. വെറും വയറ് പറഞ്ഞാൽ രാവിലെ നമ്മൾ മോഷണമൊക്കെ കഴിയണം. ചൂടുവെള്ളം കുടിച്ച് പോവാ, കാപ്പി കുടിച്ചിട്ടല്ല. ഉം. 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 അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് കഴിച്ചാൽ ഉം. 24 മിനിറ്റിന് ഒരു നാഴിക അറിയാം. ഉം. അത്ര നേരം കഴിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം കഴിക്കാവും. ഉം. അയാൾ പൂർണ്ണ ആരോഗ്യവാനാവും, ഉം. 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 പൂർണ്ണ പുഷ്ടിയുള്ള സന്താനം ഉണ്ടാവും. ഉം. ഉം. പിന്നെ ചില വീടുകളിൽ ദുർമുതി പ്രേതങ്ങൾ ഉണ്ടാവും. ഉം. ആ വീട്ടിൽ എന്ത് മംഗളകർമ്മം നടക്കുകയാണെങ്കിലും കലഹം ഉണ്ടാവും. ഉം. ഉം. സാധാരണ രീതിയിൽ വൈകുന്നേരം ഭാര്യാഭർത്താക്ക്, അത് മുഹൂർത്തം തെറ്റുകൊണ്ട് മാത്രമല്ല, ഉം. ഉം. ഈ ദുർമുത പ്രേതങ്ങൾ അകത്തേക്ക് കയറുന്ന ഉം. ഉം. ആ വീട്ടില്. ഉം. കാരണം എന്താ, ഇവർക്ക് വൈതരണീരാ കിടക്കണം. ഉം. വൈതരണീന്റെ കഥയൊക്കെ പറയാന്ന് വെച്ചാൽ വളരെ നീണ്ട കഥയാണ്. ഉം. ഉം. അപ്പൊ വൈതരണിയിൽ നിന്ന് രക്ഷിക്കാനാണ് നമ്മൾ മകനായിട്ട് ജനിക്കുന്നത്. ഉം. 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 ആ മകനൊരു ഡ്യൂട്ടി ഉണ്ട്. മഹാലയപക്ഷം അഷ്ടകാലം ചതുർദശി തിഥി. ഉം. അതിന്റെ ത്രയോദശിക്ക് ഒരിക്കലും നിന്നു, ഉം. ചതുർദശിക്ക് പ്രാർത്ഥിച്ച് ബലിയിടുന്നു. ഉം. ഉം. പ്രാർത്ഥനയ്ക്ക് ചില കർമ്മ വിധികളൊക്കെ ഉണ്ട്. ഉം. കുളി കഴിഞ്ഞ് വരിക, ഉം. ഇങ്ങോട്ട് ഈറനോടുകൂടി തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. ഉം. 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 എന്നിട്ട് പിതൃദേവതന്മാരോട് വംശത്തിലെ ദുർമുതി പ്രേതങ്ങളുടെ മാതാപിതാ ബന്ധു ഗുരു ജനത്താവഴി ഉം. എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടണം, അവരെ രക്ഷിക്കണം ഉം. എന്ന് പറയുക. കർമ്മി പറയുന്ന മാതിരി എള്ളും പൂവും കൊടുക്കുക. ഉം. അത് പുഴയെ കൊണ്ടുപോയി ഒഴുക്കുക. പുഴയിലിടരുത്, പുഴ അശുദ്ധിയാവും. ഉം. ആ കൊട്ടയിലിട്ടോളൂ. ഉം. ഉം. ഇവരൊക്കെ പാടെ ഒന്നിച്ചാവുമ്പോ ആർക്കും കിട്ടില്ല. ഉം. 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 അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൊട്ടയിലിടുമ്പോ അതിന് മുമ്പ് നമ്മളൊരു ലേശം കയ്യിലിടും. ഉം. 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 എന്നിട്ട് പവിത്രം ഉണ്ടാവും, അതും അഴിച്ചിട്ട് 3 മുങ്ങുമ്പോൾ വെള്ളത്തിലണ്ടിട്ടിട്ട് ഉം. കുളിക്കുക, തോർക്കുക, കരയത്ത് നിൽക്കുക. ഉം. പിന്നെ ആദ്യം തെക്കോട്ട് തിരിഞ്ഞു നിന്നതുപോലെ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. ഉം. 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 എന്നിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ, ഞാൻ എൻ്റെ മാതാപിതാ ബന്ധു ഗുരുജനത്താവഴികളിലായി ഉം. ചെയ്ത കർമ്മം എല്ലാ പിതൃജനങ്ങളും സ്വീകരിച്ച് പിതൃലോകം പ്രാപിച്ച് ഉം. എന്നെയും എൻ്റെ വംശപരമ്പരകളെയും രക്ഷിച്ചനുഗ്രഹിക്കാൻ പ്രാപ്തരായി തീരേണമേ ഉം. എന്ന് പ്രാർത്ഥിക്കാം. ഉം. ഒരു സത്സന്താനം ഉണ്ടാവും. ഉം. ആ വീട്ടില് വിവാഹ തടസ്സം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉം. വിവാഹ തടസ്സം മാറും, ഉം. സന്താനങ്ങൾ ജനിക്കും, ഉം. കുടുംബകലഹം മാറും. എത്ര ലളിതാണ്. ഉം. ഇത് 2 തവണ ചെയ്യാം ഉം. ഒരു കൊല്ലത്തിൽ. ഉം. ഉം. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്താലും മതി. ഉം. ഉം. അത് ഒന്ന് കന്നിമാസത്തിലെ കർത്തവാവിന്റെ ഉം. തലേ ദിവസം കർമ്മം, അതിന്റെ തലേ ദിവസം ബലി ഒരിക്കല്. ഉം. 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 പിന്നെ കുംഭമാസം ശിവരാത്രി ഒരിക്കലും ഉണ്ട്. ഉം. ശിവരാത്രിക്ക് വ്രതം സ്വീകരിക്കുന്നത് വേറെ സമ്പ്രദായമാണ്. ഉം. പിന്നെ ശിവരാത്രിന്റെ അന്ന് ഒരിക്കലുണ്ട്, പിറ്റേ ദിവസം. ശിവരാത്രി ത്രയോദശിക്കേ വരുള്ളൂ. ഉം. അപൂർവം ചില സമയത്ത് ചതുർദശിക്ക് വന്നിട്ടുണ്ടാവും, ഉം. ഉം. വളരെ റയറായിട്ട്. ഉം. എന്നിട്ട് ഈ ബലികർമ്മം കഴിഞ്ഞ ആൾക്കാര് ഉം. ബലികർമ്മം ചെയ്ത ആൾക്കും ഉം. പറഞ്ഞെന്നാൾക്കും വെള്ളം പൂവും കൊണ്ട് തന്ന പരികർമ്മം ഉണ്ടാവില്ല. ഉം. ഉം. എന്തെങ്കിലും നാണയം ദക്ഷിണ കൊടുക്കണം. ഉം. അപ്രകാരം തന്നെ ക്ഷേത്രഭണ്ഡാരം ചെയ്യണം. ഉം. ദേവനെ വിധിപൂർവം നാമം ചൊല്ലി പ്രദക്ഷിണം വെച്ച് തൊഴുകണം. ഉം. പിന്നെ കുറെ കർമ്മങ്ങളുണ്ട്, വേണ്ടവർക്കൊക്കെ ചെയ്യാം. എന്താ, തിരഹോമം, സായുജ്യ പൂജ, താമരമാല, നെയ്വിളക്ക്. ഉം. ഒരു കൊല്ലം കഴിയാത്ത പിതൃക്കൾക്ക് ഉം. ഒരിക്കലും പായസം നേദിക്കരുത്, ഉം. വെള്ള നേദിയേ പാടുള്ളൂ. ഉം. ഉം. ഒരു കൊല്ലം കഴിഞ്ഞവർക്ക് ഇങ്ങനെയാവാം. അപ്രകാരം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോരുക. ഉം. പല്ല് തേക്കാൻ ഒരു വിധിയുണ്ട്. ഉം. ഒരിക്കലിന്റെ ഒന്നും ബലിന്റെ ഒന്നും. ഉം. മാവിന്റെ ഇലയോ വേപ്പിന്റെ ഇലയോ ഉമിക്കരിയോ ചിരട്ടക്കരിയോ ഉം. ഇതെന്തിനെ കൊണ്ടും പല്ല് തേക്കാം. ഉം.
ടങ് ക്ലീനർ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന സാധനം പറ്റില്ല. തെങ്ങിന്റെ ഇറക്കുന്നുണ്ട് അത് ചെയ്തിരിക്കണം. ഇതിന് നാവുമ്പിലുണ്ടാവുന്നതിന് ജിഹ്വാമലം എന്നാ പറയുക. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ഭക്ഷണക്രമമുണ്ട്. എള്ള്, ഉഴുന്ന്, സർവ്വ രീതിയിലുള്ള ഉള്ളിവർഗ്ഗങ്ങളും, ചുവന്നുള്ളി, വെളുത്തുള്ളി, മറ്റേ വലിയ ഉള്ളി, ഇത് കഴിക്കരുത്. വൻപയർ, വൻചേമ്പ്, പിന്നെ കപ്പളങ്ങ, മുരിങ്ങ, ഇങ്ങനത്തെ ചില വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. ശർക്കര, പഞ്ചസാര അതും കഴിക്കാൻ പാടില്ല. രാവിലെ സസ്യാഹാരത്തിൽ അരിയാഹാരമല്ലാത്ത എന്തെങ്കിലും കഴിക്കാം, ഗോതമ്പ് കൊണ്ടോ ഒക്കെ. ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം. ഈ പറഞ്ഞ കൂടാൻ പാടില്ലാത്ത സാധനങ്ങളൊന്നും ഒക്കെ ഒഴിവാക്കണം. വറവിട, കൊമ്പമുളകും കരിയേപ്പിൻ്റെ അതിടാ. ഉപ്പ് 2 മണി വരെ ഉള്ള ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്താം. 2 മണി കഴിഞ്ഞാൽ ചേർത്താനേ പാടില്ല ഉപ്പ്. ഈ വർഗം ഒഴിവാക്കേണ്ടതൊക്കെ. രാത്രി കിഴങ്ങ് വർഗമോ പഴവർഗമോ കഴിച്ചിരിക്കണം. അതെന്തിനാ? പിറ്റേ ദിവസം വയറ് ശുദ്ധിയാക്കാൻ. അതും ഇങ്ങനെ പലപ്പൊക്കെ കഴിഞ്ഞ് ഈ കർമ്മം ചെയ്താൽ അത് വൃത്തിയായി. അവിടെ ഒരു ദാമ്പത്യ കലഹം ഉണ്ടാവില്ല, ആ കുടുംബത്തിൽ ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് വെച്ചു കൊടുക്കരുത്. കാരണം വൈതരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-21 തലമുറയിലത്തെങ്കിലും കൂട്ടാ. മനുഷ്യന്മാര് വിസർജിച്ച് ഭൂമിദേവിന്റെ മുകളിൽ വിസർജിച്ചിട്ട് ആ വിസർജ്യത്തിൽ കിടക്കുന്ന പിതൃക്കളാ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ പിതൃകർമ്മം ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ഗുണം ചെയ്യും. അപ്പൊ ഞാൻ ബൈജുവിനോട് പറഞ്ഞു, ബൈജുവിന്റെ വീട്ടിൽ ഉണ്ടോ ഇല്ല എന്നുള്ള അറിഞ്ഞിട്ടല്ല പറയുന്നത്. എന്നാ രവിയേട്ടാ ചെയ്യാ. അപ്പൊ ബൈജു തന്റെ സഹോദരങ്ങളിൽ ഒരാളെ കൂട്ടിയാൽ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ ബൈജുവിന് ഇപ്പൊ 10 കിട്ടും, 100 ആവും. സഹോദരന് 10 കിട്ടും. സഹോദരൻ ഒരാളെയും കൂടിയും കൂട്ടി വിചാരിച്ചോ, ഇത് വല്ലാത്തൊരു MLM. നിങ്ങൾക്ക് 1000 ആവും, സഹോദരന് 100 ആവും, മറ്റൊരു 10 ആവും. അപ്പൊ കൂട്ടം ആയിട്ട് ചെയ്യുന്നത് വിശേഷാൽ ഗുണം ചെയ്യും. ഇനി അത് ആരും ഇല്ലെങ്കിലും താൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിലും തന്റെ ആ വംശപരമ്പരകളെയും രക്ഷിച്ച് അനുഗ്രഹിക്കണേ എല്ലാവർക്കും കിട്ടും. അത് അപ്പോഴാണ് അവൻ പുത്രനാവുക. പുത്ത് എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ എന്നാണല്ലോ. അയ്യോ എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്, എനിക്ക് ബലികർമ്മം ചെയ്യാൻ പാടില്ല പറയുന്നവരുണ്ട്. ഞാൻ എത്രയോ ആൾക്കാർ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും മരിക്കണതിന്റെ മുമ്പ് നമ്മൾ മരിക്കില്ല എന്നുണ്ടോ? പിതൃലോകത്ത് നിന്ന് കർമ്മഭൂമിയിൽ വന്നത് പിതൃകർമ്മം ചെയ്യാനാ, അല്ലാണ്ട് ഡോക്ടർ എഞ്ചിനീയർ ആവാനല്ല. ഇത് അവിടെ യമധർമ്മ രാജാവിനോട് സത്യം ചെയ്തിട്ട് പോകുന്നതാ. ഇത് ഇവിടെ അടിച്ച് ഡോക്ടറാക്കിയല്ലേ. അപ്പൊ കുട്ടി ഇത് പറക്കും. എന്താ ചോദിച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് തന്നെയാ സമ്പ്രദായം. അപ്പൊ പാരമ്പര്യമായിട്ട് നമ്മളെ ധർമ്മം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളെ മാതിരിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ധാരാളം ചെയ്യുന്നവരുണ്ട്. അവർക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോ ആരോ ഒരാളിപ്പോ 2 ദിവസം മുമ്പ് കഴിഞ്ഞു കന്നിമാസത്തിലെ ശിവരാത്രിക്ക് ഇനി ചെയ്യാൻ പാടുണ്ടോ ഗുരുനാഥ? അടുത്ത ചോദ്യം. ചെയ്തോട്ടെ. ഒരു കുളിക്കുമ്പോൾ മഹാനദി മുറിച്ചു കിടക്കുന്നു, മഹാനദി പറഞ്ഞ രാജസ്ഥാനത്തെ നദിയല്ല, ഏതൊരു പുഴയും മുറിച്ചു കിടക്കുന്നതിന് മുമ്പ് ഇക്കരെ നിന്ന് ബലികർമ്മം നടത്തി പ്രാർത്ഥിച്ചിട്ടേ പുഴ മുറിച്ചു കിടക്കാവൂ. എപ്പോ കുളിക്കണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ വിധിയുണ്ട്. ദേവകർമ്മത്തിനേക്കാളും പിതൃകർമ്മത്തിന് ശക്തി കൂടും. ആ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാവില്ല. സന്ധ്യാവന്തന സമയത്ത് ഒരു ദീപം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലേശം അഷ്ടഗന്ധോ എന്തെങ്കിലും പോക്കും കൂടി ഒന്ന് മതി ചെയ്താൽ ഇനി ഘ്രാണം എന്നാ പറയാ. ഇവർക്ക് മനസ്സിലായി ഞങ്ങൾക്കത് ചെയ്യാൻ ഈ വീട്ടുകാർ തയ്യാറാണ്, ഇവിടെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ ഏട്ടനും അഞ്ചനും അപ്പങ്ങളും ഒക്കെ വേറെ വേറെ വീട്ടിലാണ്. ഒരു കുടുംബത്തിൽ തീരുമാനിച്ചുകൊണ്ട് എല്ലാരോടും പറഞ്ഞു കൊടുക്കാം, നിങ്ങളെ വീട്ടിൽ നിന്നേ പോവുള്ളൂ. അത് വേറെ വീട്ടിൽ അടുക്കള വീട്ടിൽ കഴിക്കണ്ടല്ലോ. അപ്പൊ ആ വീട്ടിലും കൂടി ചെയ്തോട്ടെ. ഇത് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്. നമസ്കാരം. വളരെ സന്തോഷം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.